ഫണ്ടമെന്റൽ ലോസ് ഓഫ് മെക്കാനിക്സ്. ഫണ്ടമെന്റൽ ലോസ് ഓഫ് മെക്കാനിക്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനെ കുറിച്ചാണ്. അതായത് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആൻഡ് തേർഡ് ലോ ഓഫ് മോഷൻ. Newton's first law of motion. First law of motion states that every body continues in a state of rest or state of uniform motion in a straight line unless it is compelled by an external force. അതായത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലുള്ള ഒരു ബോഡി അല്ലെങ്കിൽ യൂണിഫോം മോഷൻ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ബോഡി അത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ലെങ്കിൽ അത് അതേ അവസ്ഥയിൽ തന്നെ തുടരാൻ ശ്രമിക്കും. മോഷനിലുള്ള ഒരു ബോഡി സ്റ്റോപ്പ് ചെയ്യാൻ കാണിക്കുന്ന ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസ്റ്റിലുള്ള ഒരു ബോഡി മോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ കാണിക്കുന്ന ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലോയാണ് ഇനേർഷ്യയുടെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലോ ഓഫ് മോഷനെ നമുക്ക് ഇനേർഷ്യ ലോ എന്ന് കൂടി വിളിക്കാം. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഫിഗർ ശ്രദ്ധിക്കുക. ഇതിൽ ബോൾ കാണിച്ചിരിക്കുന്നുണ്ട്. ആ ബോൾ ആദ്യം റെസ്റ്റിലാണ്. അതിൽ കിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ബോൾ മോഷനിൽ ഏർപ്പെടുന്നത്. അതായത് ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സാണ് നമ്മൾ കിക്ക് ചെയ്യുന്ന പ്രവൃത്തി. അപ്പോൾ ബോളിന് മോഷൻ സംഭവിക്കുന്നു. അതുവരെ ബോൾ റെസ്റ്റിലാണ്. ഇനിയൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ നമ്മൾ കിക്ക് ചെയ്ത ബോൾ മോഷനിലായിരിക്കും. ഇനിയൊരു പക്ഷേ ഈ ഫുട്ബോൾ ഗോളിൻ്റെ നെറ്റിൽ തട്ടുകയാണെങ്കിൽ ഈ ബോൾ റെസ്റ്റിലാവും. അതായത് ആ നെറ്റ് ഈ ബോളിന്മേൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബോൾ റെസ്റ്റിലാവുന്നത്. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ഒരു ബോഡി കൺസിഡർ ചെയ്യുക. അതിൻ്റെ മാസ് എം ആണെന്ന് വിചാരിക്കുക. ആ ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി v0 ആണ്. അപ്പോഴുള്ള ടൈം എന്ന് പറയുന്നത് t0 ആണ്. ആൻഡ് ഇനി ആ ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി v0യിൽ നിന്ന് v1 ആയി മാറുന്നു. അങ്ങനെ ടൈം t1 ടൈമിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് m1 v1 മൈനസ് m0 v0 ബൈ t1 മൈനസ് t0. അതായത് F is equal to m ഇൻറ്റു v1 മൈനസ് v0 ബൈ t1 മൈനസ് t0. നമുക്കറിയാം v1 മൈനസ് v0 ബൈ t1 മൈനസ് t0 എന്ന് പറയുന്നത് ആക്സലറേഷൻ ഓഫ് ദ ബോഡിയാണ്. അപ്പോൾ F is equal to ma. ഇതാണ് സെക്കൻഡ് ലോ തരുന്ന ഫോഴ്സിനുള്ള ഇക്വേഷൻ. ഇതിൽ ഫോഴ്സ്, മൊമെൻറ്റം, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഇതൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. ഈ ഫോഴ്സ് ഇക്വേഷനെ നമുക്ക് കൂടുതലായി അനലൈസ് ചെയ്യാം. അതായത് ഒരു ബോഡിക്ക് എം മാസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ എഫ് എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ആക്സിലറേഷനാണ് എ എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ ഫോഴ്സ് കൂട്ടി കൊടുക്കുകയാണ്. മാസ് കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കുന്നു. അപ്പോൾ ആക്സിലറേഷൻ ഓൾറെഡി കൂടിയിട്ടുണ്ടാവും. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. According to Newton's third law, every action has an equal and opposite reaction. അതായത് ഓരോ ആക്ഷനും ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും എന്നാണ് ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത്. ന്യൂട്ടൺസ് തേർഡ് ലോയ്ക്ക് ബെസ്റ്റ് എക്സാമ്പിളാണ് ഗൺ ഫയറിംഗ് അല്ലെങ്കിൽ റീകോയിൽ ഓഫ് എ ഗൺ. അതായത് നമ്മൾ ഒരു ഷോട്ട് ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് പോകുന്നതിനോടൊപ്പം തന്നെ ഗണ്ണ് ബാക്കിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഇതാണ് റീകോയിൽ ഓഫ് ഗൺ. ഇത് ന്യൂട്ടൺസ് തേർഡ് ലോ മൂലം സംഭവിക്കുന്നതാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. m1 m2 മാസായിട്ടുള്ള രണ്ട് ബോഡി കൺസിഡർ ചെയ്യുക. അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആയി കൺസിഡർ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ബോഡികൾക്കിടയിലുള്ള അട്രാക്ഷൻ ഫോഴ്സ് എന്താണെന്ന് നോക്കാം. F is equal to g m1 m2 ബൈ r സ്ക്വയർ. g എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് സെലസ്റ്റിയൽ ബോഡീസിനും ബാധകമാണ്. അതായത് എർത്ത്, മൂൺ പോലെയുള്ള സെലസ്റ്റിയൽ ബോഡീസിനും ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആപ്ലിക്കബിൾ ആണ്. Parallelogram law. Parallelogram law states that
if two forces acting simultaneously at a point are represented in magnitude and direction by two adjacent sides of a parallelogram, then their resultant is represented in magnitude and direction by the diagonals of the parallelogram, which passes through the point of intersection of two sides representing the forces. അതായത് രണ്ട് ഫോഴ്സുകൾ ഒരു പാരലലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സുകളുടെയും റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ഫോഴ്സുകളും കൂട്ടിമുട്ടുന്ന പോയിന്റിലൂടെ വരയ്ക്കുന്ന ആ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ ആയിരിക്കും. ഇതാണ് പാരലലോഗ്രാം ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്. അതിൽ എ ബി എന്ന് പറയുന്ന സൈഡ് പി എന്ന ഫോഴ്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. എ ഡി എന്ന് പറയുന്ന സൈഡ് ക്യൂ എന്ന ഫോഴ്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. എ സി എന്ന ഡയഗണൽ ആണ് ഈ രണ്ട് ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ്. അതിനെ പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു ആർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത് തീറ്റയായും ആംഗിൾ സി എ ബി എന്ന് പറയുന്നത് ഫൈ ആയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അതിനെ സി ഇ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി ട്രയാങ്കിൾ എ സി ഇ കൺസിഡർ ചെയ്യുക. അതിൽ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണ്. എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഇ സ്ക്വയർ പ്ലസ് സി ഇ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ക്യൂ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2pq കോസ് തീറ്റ, ദാറ്റ് ഈസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ, ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ഇതാണ് പാരലലോഗ്രാം ലോ. റിജിഡ് ബോഡി. സാധാരണയായി നമ്മൾ കാണുന്ന വസ്തുക്കളെല്ലാം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡീഫോം ആവുന്നു. എന്നാൽ ചില ബോഡികൾ ഡീഫോം ആവുകയില്ല. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്താലും ഡീഫോമേഷൻ സംഭവിക്കാത്ത ബോഡികളെയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ റിജിഡ് ബോഡി എന്ന് പറയുന്നത് ഒരു ഐഡിയൽ കോൺസെപ്റ്റ് മാത്രമാണ്. അങ്ങനെ ഒരു ബോഡി നമുക്ക് കാണാൻ കഴിയുകയില്ല. എല്ലാ ബോഡികളും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായെങ്കിലും ഡീഫോമേഷൻ സംഭവിക്കും. ആദ്യത്തെ വീഡിയോയിൽ കണ്ട റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഒരു റിയൽ ബോഡിയാണ്. അതിന് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡീഫോമേഷൻ സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ വീഡിയോയിൽ കണ്ട ക്യൂബ് ഒരു റിജിഡ് ബോഡിയാണ്. അതിന് ഫോഴ്സ് അപ്ലൈ ചെയ്താലും ഡീഫോമേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് ഒരു ഐഡിയൽ ബോഡി മാത്രമാണ്. മെക്കാനിക്സിലെ പ്രോബ്ലംസ് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് റിജിഡ് ബോഡി എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള റിജിഡ് ബോഡി ഇല്ലെങ്കിലും നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ ഡീഫോമേഷൻസ് മാത്രം സംഭവിക്കുന്ന ബോഡികളെ റിജിഡ് ബോഡി ആയി കൺസിഡർ ചെയ്യാൻ സാധിക്കും. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. Principle of transmissibility states that the point of application of force can be transmitted along its line of action without changing the effect of force on any rigid body to which the force is applied. അതായത് ഒരു ഫോഴ്സ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു റെക്റ്റാങ്കുലർ ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിലൂടെ ആ ഫോഴ്സിനെ നമുക്ക് വേറൊരു പോയിന്റിലേക്ക് മാറ്റാൻ കഴിയും എന്നാണ് ട്രാൻസ്മിസിബിലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു ലൈൻ ഓഫ് ആക്ഷനിലൂടെ ഈ ഫോഴ്സ് സഞ്ചരിച്ച് മറ്റൊരു പോയിന്റിലേക്ക് ആ ഫോഴ്സ് മാറുന്നത്. ഇതാണ് ട്രാൻസ്മിസിബിലിറ്റി പ്രിൻസിപ്പിൾ. ഇനി നമുക്ക് ട്രാൻസ്മിസിബിലിറ്റി പ്രിൻസിപ്പിൾ എങ്ങനെ പ്രൂവ് ചെയ്യും എന്ന് നോക്കാം. അതിനായി ഫിഗർ എ ശ്രദ്ധിക്കുക. അതിൽ ഒരു സർക്കുലർ ബോഡി നിങ്ങൾക്ക് കാണാം. അതിലൊരു ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നുണ്ട് എ എന്ന് പറയുന്ന പോയിന്റിൽ. എ ബി എന്ന് പറയുന്നത് ആ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ്. ഇനി ഫിഗർ ബി ശ്രദ്ധിക്കുക. അതിൽ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മളിനി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഫ് മാഗ്നറ്റിലുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബോഡി യാതൊരു മാറ്റവും വരുന്നില്ല. കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സാണ് ബിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് ഫിഗർ സിയിലേക്ക് പോവാം. ഫിഗർ സി ശ്രദ്ധിക്കുക. അതിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു കമ്പോണന്റ് ഓഫ് ഫോഴ്സ്, അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആയിട്ട് എ എന്ന് പറയുന്ന പോയിന്റിലെ ഫോഴ്സ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കിയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ബിയിൽ ആക്ട് ചെയ്യുന്ന എഫ് മാത്രമാണ്. അങ്ങനെ ബിയിലേക്ക് നമ്മൾ എയിലുണ്ടായിരുന്ന ഫോഴ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്തു. ഇതാണ് ട്രാൻസ്മിസിബിലിറ്റി പ്രിൻസിപ്പിൾ.